കസ്റ്റഡിയിലെടുത്തയാളെ മോചിപ്പിച്ച സംഭവത്തിൽ KU ജനീഷ് കുമാർ MLA-ക്കെതിരെ കേസെടുത്തു. പരാതിക്കാരായ വനംവകുപ്പ് ജീവനക്കാരുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 3 പരാതിയാണ് നൽകിയത് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകം കേസെടുക്കുന്നുണ്ടോ? എന്താണ് FIR-ലെ പരാമർശങ്ങൾ? അതായത് വിജയകുമാർ, അല്പസമയം മുമ്പാണ് കൂട്ടൽ പോലീസ് KU ജനീഷ് കുമാർ MLA-യെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. വനം വകുപ്പിന്റെ പരാതിയിലാണ് കേസ്. ഈ ഔദ്യോഗിക കൃത്യണം തടസ്സപ്പെടുത്തി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഭീഷണിപ്പെടുത്തി, നക്സലാക്രമണം ഉൾപ്പെടെ ഉണ്ടാകുന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തി, ഇതിനൊക്കെ എതിരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഭാരതീയ ന്യായ സംഹിതയിലെ 132, 351 2 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കൂടൽ പോലീസ് അല്പസമയം മുമ്പ് കേസ് എടുത്തിരിക്കുന്നത്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സ്റ്റേഷനിലെത്തിയ ജനീഷ് കുമാർ MLA ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി സംസാരിക്കുകയും ഫോറസ്റ്റ് സ്റ്റേഷനിൽ നക്സലുകൾ ഇറങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ ആന ചെരിഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ആളെ ബലമായി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി എന്നും പോലീസിൻ്റെ FIR-ൽ പറയുന്നു. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് പോലീസിന് പരാതി നൽകുന്നത്. ആ പരാതിയിൽ വിശദമായ പരിശോധനകൾ നടത്തി കൃത്യമായി മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷമാണ് കൂടൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് MLA-ക്കെതിരെ വന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വനംവകുപ്പിന്റെ പരാതിയിലാണ് കേസ്. ഭാരതീയ ന്യായ സംഹിതയിലെ ഈ ഭീഷണിപ്പെടുത്തൽ, ഒപ്പം തന്നെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൊണ്ടുപോകൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കൂടൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് MLA-യുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആ കാര്യങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറുകളിലാണ് അറിയാൻ സാധിക്കുക. ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ വാർത്ത, ഏറ്റവും പുതിയ വാർത്ത, MLA-ക്കെതിരെ വനം വകുപ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നു. സർക്കാരിൻ്റെ ഭരണകക്ഷി MLA-ക്കെതിരെ കൂടിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വനം വകുപ്പിൻ്റെ പരാതിയിലാണ് പോലീസിൻ്റെ ഈ അടിയന്തര നടപടി വന്നിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഈ പറയുന്ന ഫോറസ്റ്റ് സ്റ്റേഷൻ കത്തിക്കും എന്നും നക്സലുകൾ ഇറങ്ങും എന്നും ഭീഷണിപ്പെടുത്തുകയും ആന ചരിഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനായി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയ റാസു എന്നയാളിനെ നിർബന്ധപൂർവ്വം വിളിച്ചിറക്കിക്കൊണ്ടുപോയി ആവലാതിക്കാരൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നും ഈ FIR-ൽ പറയുന്നുണ്ട്. ജയശങ്കർ, ഇത് അവിടെ സംഭവിച്ച കാര്യങ്ങളിൽ, അതായത് ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ കത്തിക്കും, നക്സലുകൾ ഇറങ്ങും, അതുപോലെ ഈ കേസിൻ്റെ ഭാഗമായി മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനോ വിളിച്ചുകൊണ്ടുവന്ന ആളെ ബലമായി ഇറക്കിക്കൊണ്ടുപോയി ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ഗൗരവമുള്ള വകുപ്പുകൾ തന്നെയാണല്ലോ. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ MLA-ക്ക് പറയാനുള്ളത്? ഞാൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന പ്രതികരണമാണ് അദ്ദേഹം ഇന്നലെ നടത്തിയത്. പക്ഷേ നിയമപരമായി കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ ആ പ്രതികരണം മതിയാവില്ല, അല്ലേ? അതായത് തീർച്ചയായും നിയമപരമായി വനം വകുപ്പ് പരാതി നൽകുന്നു. ആ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നു. ഇനി എന്തായാലും MLA-യുടെ നിലപാട് എന്തെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. MLA ഇന്ന് പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്നലെയോടുകൂടി തൻ്റെ പ്രതികരണങ്ങളൊക്കെ താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഇനി വിഷയം വരട്ടെ, അപ്പോൾ പ്രതികരിക്കാമെന്നാണ് MLA ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇനി കേസെടുത്ത സാഹചര്യത്തിൽ MLA ഇതിനെ നിയമപരമായി നേരിടുമോ അതോ പോലീസിൻ്റെ വഴിക്ക് കീഴടങ്ങുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും MLA-യുടെ പ്രതികരണം ഇനി നിർണായകമാണ്. MLA എന്തായാലും അല്പസമയം കേസെടുത്തത് 24-ലൂടെയാണ് ഈ വാർത്ത വരുന്നത്. എന്തായാലും MLA-യുടെ പ്രതികരണം ഇനി അറിയേണ്ടതുണ്ട്. ആ പ്രതികരണം അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാക്കാനാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ പോലീസ് ഇനി നിയമ നടപടികൾ ഏത് തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ കാര്യം അറിയേണ്ടതുണ്ട്. കാരണം ഭരണകക്ഷിയുടെ MLA ആണ്, പ്രബലനായ MLA ആണ്. MLA-യെ അറസ്റ്റ് ചെയ്യാൻ ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടറി MLA-ക്കൊപ്പമുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്, ആ പ്രശ്നത്തിലാണ് MLA ഇടപെട്ടത് എന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൽ രാഷ്ട്രീയമായി MLA-ക്കൊപ്പമാണ് CPIM എന്നത് ആ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. അതായത് പാർട്ടി അദ്ദേഹത്തിനൊപ്പമാണ്. രാവിലെ തന്നെ ആ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ നിയമ സംവിധാനങ്ങൾക്ക് അതിൻ്റെ ചില രീതികളുണ്ട്. ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഔദ്യോഗിക കൃത്യണം തടസ്സപ്പെടുത്തി, തങ്ങളെ ഭീഷണിപ്പെടുത്തി, തങ്ങൾ കസ്റ്റഡിയിലെടുത്ത പ്രതി ഇറക്കിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞൊരു പരാതി വരുമ്പോൾ ഭരണഘടനാപരമായി ആ പരാതിന്മേൽ അന്വേഷണം നടക്കണം. പോലീസിനെ ആ കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണം. ആ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പൂർണ്ണമായും പോലീസ് നിയമപരമായ വഴിയിലൂടെ ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു. ഇനി അറിയേണ്ടത് പാർട്ടിയുടെ പിന്തുണയുള്ള, ആ പാർട്ടി ഭരിക്കുന്ന
സർക്കാരുള്ള കേരളത്തിൽ ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട MLA അറസ്റ്റ് ഉൾപ്പെടെ ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യമാണ്. MLA ജില്ലയിൽ തന്നെയുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഈ നീക്കം അതെങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിലാണ് ഇനിയൊരു കൗതുകമുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ അതൃപ്തിയാണ് ഉണ്ടായിരുന്നത്. കാരണം തങ്ങളുടെ അധികാര പരിധിയിൽ തങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ MLA ബലം പിടിച്ചുകൊണ്ട് ബലം പ്രയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. അത് വലിയ ഒരു വീഴ്ചയായി ആണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചത്. ആ സംഭവത്തിലാണ് ഇത്തരത്തിൽ പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതി പോലീസ് സ്വീകരിച്ചു രാവിലെ. അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയതിനു ശേഷം നേരത്തെ ജയശങ്കർ തന്നെ സൂചിപ്പിച്ചതാണ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇക്കാര്യത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയിരുന്നു. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ MLA-ക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു ആവശ്യം. അപ്പോൾ ആ നിലയിലുള്ള ആവശ്യം ഈ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്.